നമ്മളിന്ന് പോകുന്നത് നമ്മുടെ സ്വന്തം ലിയോൺ ചേട്ടൻ്റെ കൊച്ചിൻ്റെ മാമോദീസയ്ക്കാണ്. ഇപ്പോൾ ഈ വീഡിയോ പറഞ്ഞതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് മാമോദീസ കഴിഞ്ഞ് മിനിമം ഒരാഴ്ചയോ രണ്ടാഴ്ചയോ സംതിങ് ആയിട്ടുണ്ടാവും. കൊച്ചിന് ഒരു വയസ്സ് ഇങ്ങനെ ആവാറായിട്ടുണ്ടാവും. കാരണം അത്രയും തിരക്കായതുകൊണ്ട് എനിക്ക് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ ഇതുവരെ പറ്റിയിട്ടില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ കൊച്ചിനെയും കണ്ടു, അമ്മേനെയും കണ്ടു, അച്ഛനെയും കണ്ടു. കൊച്ച് നല്ല ഇറക്കത്തിലായിരുന്നു. അത് കാരണം നമ്മൾ ശല്യപ്പെടുത്താനൊന്നും നിന്നില്ല. ഇതെൻ്റെ സ്വന്തം ബാബിയുടെ കൊച്ചാണ്. ഇതിന് പിന്നെ എൻ്റെ അടുത്തിരുന്ന സാധാരണ ചിരിയൊന്നും വരില്ല. അപ്പോൾ ചിരി വന്നപ്പോൾ പെട്ടെന്നൊരു വീഡിയോ എടുത്തതാണ്. ഇവൻ എൻ്റെ ഒരു വലിയൊരു സബ്സ്ക്രൈബറാണ്. എൻ്റെ അടുത്ത് ചോദിക്കുക പ്ലേ ബട്ടൺ കിട്ടിയോ ചേച്ചി, പ്ലേ ബട്ടൺ കിട്ടിയോ? ഞാൻ പറഞ്ഞു അത് വരുന്നതായിട്ടില്ലടാ. നേരത്തെ ബാബി എന്ന് പറഞ്ഞില്ലേ, അതിതാണ്. ഇതിൻ്റെ കൊച്ചാണ് എൻ്റെ കയ്യിലിരുന്നത്. അതങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ചിരിക്കുള്ളൂ. ചിരിക്കണമെങ്കിൽ കുറേ ടൈം കൊടുക്കും. ഒരു 3 സെക്കൻഡ് ചിരിച്ചു. എന്തോ ഒരു ഭാഗ്യം. ഞാൻ നിക്കിലേക്കിതാ നല്ല ചിരിയില്ല. എന്ത് ക്യൂട്ടൻ്റെ കൊച്ചിനാരും കണ്ണു വെക്കില്ല കേട്ടോ. പാവണ്ട്. മാമോദീസ ആയതുകൊണ്ട് ചെറിയ ഡാൻസ് പരിപാടിക്കുണ്ടായിരുന്നു. പിന്നെ ആ 2 പേരും ഭയങ്കര ഡാൻസേഴ്സ് ആയതുകൊണ്ട് ഇത് ചേച്ചിയുടെ അനീതിയാണ്. അനീതിയുടെ വകയും ഡാൻസ് ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. അപ്പോൾ അവിടുത്തെ എല്ലാ പരിപാടികളും. ചിലപ്പോ തോന്നും നീ ഒരു കോമാളിയാന്ന്, ചിലപ്പോ തോന്നും നീ വലിയൊരാളാന്ന്. ഓഹോ, സത്യത്തില് നീ ആരാ? ലിയോൺ ചേട്ടൻ ഇത് കാണുകയാണെങ്കിൽ ചിലപ്പോൾ എന്നെ തെറി വിളിക്കായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇത് പിന്നെ എൻ്റെ അടുത്ത സബ്സ്ക്രൈബേഴ്സാണ്. പിന്നെ ഇത് ഞങ്ങളുടെ സുന്ദരിമോൾ. അങ്ങനെ കുറേ നേരം നിന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വിഷം തുടങ്ങി. കാരണം വിശപ്പിൻ്റെ വിളി വന്നാൽ നമുക്ക് അങ്ങനെ കൺട്രോൾ ചെയ്യാനൊന്നും പറ്റില്ല. പിന്നെ അവിടെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. അവരുടെ ഇത് കസിൻ തന്നെയാണ് ഈ കാറ്ററിംഗ് സർവീസൊക്കെ ചെയ്തത്. സംഭവം അടിപൊളിയായിരുന്നു. എല്ലാ ഫുഡും കിടുക്കി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി എല്ലാ ഫുഡും. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി അവിടെ ഇരുന്നു. പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഒരു മധുരം കഴിക്കണമല്ലോ, അതൊരു ഇതാണല്ലോ. ഇതും എൻ്റെ ഒരു ചേച്ചിയാണ്. വ്ളോഗ് എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ആൾ പേടിച്ചു. പിന്നെ ഞാൻ അധികം ഫോക്കസ് ചെയ്യാൻ നിന്നില്ല. ചിലപ്പോൾ എനിക്ക് തെറിയട്ടാലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് നമ്മുടെ നാട്ടിലെ ഗ്യാങ്ങാണ്. എന്ന് വെച്ചാൽ ചേട്ടന്മാർ. ഈ ചേട്ടന്മാരില്ലാത്തൊരു പരിപാടികൾ ഇവിടെ ഉണ്ടാവാറില്ല. കാരണം ഇവരുടെ ഒരു ഫോട്ടോഷൂട്ട് എപ്പോഴും ലാസ്റ്റ് ഉണ്ടാവുമായിരിക്കും. അപ്പോൾ ഇവർ ഫോട്ടോ എടുക്കാൻ കയറി. അങ്ങനെ ഒരു ദിവസം നല്ല രീതിക്ക് കഴിഞ്ഞു. അപ്പോൾ ഓക്കെ, ബൈ.